അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി അച്ചാർ തയ്യാറാക്കാം. അതിനായിട്ട് കറമൂസ, ചാമ്പക്ക, പിന്നെ ക്യാരറ്റ്, ഈത്തപ്പഴം ഇത്രയും സാധനങ്ങളാണ് അച്ചാറിനായി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് 4ഉം കൂടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. ഇതൊന്ന് എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 100 ഗ്രാം എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ പിന്നെ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടെ. നിങ്ങളുടെ എരിവിനനുസരിച്ച് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടിയിൽ നിന്ന് പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ക്യാരറ്റ്, കറമൂസ പിന്നെ ചാമ്പയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നന്നായി അങ്ങ് വെന്ത് പോകരുത് കേട്ടോ. വെന്ത് പോകാനേ പാടില്ല. ഒന്ന് നന്നായി കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഒഴിച്ച് നന്നായി ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 400 മില്ലി സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സുർക്ക ഒഴിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ഈത്തപ്പഴം ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പെട്ടെന്ന് കേടുവരാതിരിക്കാനൊക്കെ ഒരു മധുരം അല്ലെങ്കിൽ ശർക്കര പാനിയാണെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കട്ടോ. ഞാൻ ഇവിടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നന്നായി ഒന്നും തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം കൂടി കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയും വീണ്ടും നമുക്ക്